നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പിന് പല പ്രതിഫലങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരാൾ ആ പ്രതിഫലങ്ങളെല്ലാം നീയത്ത് കരുതണമെന്നില്ല ആ പ്രതിഫലം കിട്ടാൻ. അവൻ നോമ്പെടുത്താൽ ഇൻഷാ അല്ലാഹ് അവൻ ആ പ്രതിഫലമൊക്കെ ലഭിക്കും. പക്ഷേ അവൻ ഈ പ്രതിഫലമൊക്കെ മനസ്സിൽ നീയത്ത് വെച്ചാൽ അതുകൊണ്ട് മറ്റൊരു പ്രതിഫലം വേറെ ലഭിക്കാനുണ്ട്. അതെന്താ? അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതിൽ നീ വിശ്വസിക്കുന്നു എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റയ്യാൻ എന്ന കവാടത്തിലൂടെ നിനക്ക് പ്രവേശിക്കാൻ പറ്റും നോമ്പുകാരൻ. നീ അത് മനസ്സിൽ പ്രത്യേകം ഉദ്ദേശിക്കുമ്പോൾ, നീ ഉദ്ദേശിച്ചാലും ഇല്ലെങ്കിലും നോമ്പ് ധാരാളമായി നോറ്റ ഒരാൾക്ക് ഇൻഷാ അല്ലാഹ് പ്രതിഫലമുണ്ട്. നോമ്പുകാർക്കുള്ള പ്രതിഫലമാണ്. നീ റയ്യാൻ എന്ന കവാടമുണ്ട് എന്ന് അറിഞ്ഞില്ലെങ്കിൽ പോലും നിനക്ക് നൽകപ്പെടും. ഒരാൾ അറിഞ്ഞിട്ടില്ല റയ്യാൻ എന്നൊരു കവാടമുണ്ട് എന്ന് അയാൾ അറിഞ്ഞില്ല, അയാൾക്കത് അറിയാൻ പറ്റും. പക്ഷേ അയാൾ ധാരാളം നോമ്പ് എടുത്തിട്ടുണ്ട് എങ്കിൽ പരലോകത്തെത്തിയാൽ അയാൾക്ക് റയ്യാൻ എന്ന കവാടമുണ്ട്. പക്ഷേ നീ അത് അറിയുകയും അത് വിശ്വസിക്കുകയും ചെയ്താൽ നിന്റെ വിശ്വാസത്തിന് പ്രതിഫലമുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അതുകൊണ്ട് ഞാനത് വിശ്വസിക്കുകയാണ്, അതിന് പ്രത്യേകം പ്രതിഫലമുണ്ട്. അപ്പോൾ ഇത്തരം ഫദായിലുകൾ, ശ്രേഷ്ഠതകൾ കേട്ടാൽ അത് പ്രത്യേകം വിശ്വസിക്കുന്നതിന് വേറെ തന്നെ പ്രതിഫലമുണ്ട്. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ പ്രതിഫലം ചിന്തിക്കുന്നത് അമലുകൾ നന്നാക്കാൻ സഹായിക്കുന്നതാണ്. രണ്ട് ഉപകാരം പ്രധാനമായതിനുണ്ട്. ഇങ്ങനെ ഒരു പ്രതിഫലം നമ്മൾ പ്രത്യേകം മനസ്സിൽ നിയത്ത് ചെയ്ത് ചെയ്യുമ്പോൾ അതിന് അമൽ നന്നാക്കുക എന്നതിന് അത് സഹായിക്കുന്നതാണ്. ധാരാളം പ്രതിഫലം നോമ്പിനുണ്ട്. മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അവൻ മുൻകഴിഞ്ഞ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. റയ്യാൻ എന്ന കവാടമുണ്ട്. മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. റമദാനിൽ ഒരാൾ നിസ്കരിച്ചാൽ, ഈമാനും ഇഹ്തിസാബോടുകൂടി നിസ്കരിച്ചാൽ മുൻകഴിഞ്ഞ പാപങ്ങൾ പുറത്തു കൊടുക്കും. മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ലൈലത്തുൽ ഖദ്റിൽ ഒരാൾ ഈമാനും ഇഹ്തിസാബോടെ നിസ്കരിച്ചാൽ അത് പ്രതിഫലം നൽകപ്പെടും. മാത്രമല്ല ഈ പ്രതിഫലങ്ങൾ മനസ്സിൽ ഓർമ്മിപ്പിക്കുന്നത് നോമ്പ് കുറച്ചങ്ങോട്ട് നീങ്ങുമ്പോൾ സംഭവിച്ചേക്കാവുന്ന മടിയും അലസതയും ഒഴിവാക്കാൻ സഹായിക്കുന്നതാണ്. മനുഷ്യന് പ്രതിഫലം ഉണ്ടെന്ന് പറഞ്ഞാൽ കൂടുതൽ അമൽ ചെയ്യാനുള്ള പ്രോത്സാഹനവും പ്രേരണയും അതുകൊണ്ട് ലഭിക്കുന്നതാണ്.